അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്വന്തം വിരലുകൾ തളർന്നു പോയിട്ടും 80-ലധികം മുറിവുകൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിയിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കവചം പോലെ സംരക്ഷിച്ച ആ മഹാപോരാളിയെ നിങ്ങൾക്കറിയാമോ? ഉഹുദ് യുദ്ധഭൂമിയിൽ മല പോലെ ഉറച്ചു നിന്ന ഭൂമിയിലെ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച ആ മഹാനായ സ്വഹാബി ത്വൽഹത്ത് ബിനു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നിന്നും ഒരു ഏടാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് സഞ്ചരിക്കാം ചരിത്രത്തിലൂടെ. മഹാനായ സ്വഹാബി ത്വൽഹത്ത് ബിനു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖുറൈശി വംശജനാണ്, തേമി ഗോത്രക്കാരനാണ്. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് മുൻകടന്ന ആളുകളിൽ ഏറ്റവും പ്രമുഖനായ സ്വഹാബിയാണ്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബികളിൽ പ്രമുഖനായ സ്വഹാബിയാണ്. മാത്രമല്ല, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബാക്കളിൽ ഒരു സ്വഹാബിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. ഷൂറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബ് ഷൂറ എന്ന ഗ്രേഡിൽ നിൽക്കുന്ന ഒരു സ്വഹാബിയാണ് ഇദ്ദേഹം. അദ്ദേഹം ഉഹുദ് യുദ്ധത്തിലും അതുപോലെ ഉഹുദ് യുദ്ധത്തിന് ശേഷം മറ്റു ഒരുപാട് യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈഅത്തുർ റിദ്വാനിൽ വെച്ച് ബൈഅത്ത് ചെയ്തതിൽ പ്രമുഖരായ സ്വഹാബാക്കളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ്. ഉഹുദ് യുദ്ധത്തിൽ വലിയ പരീക്ഷണം കിട്ടിയ ഒരു സ്വഹാബിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ജോലി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുക എന്നതായിരുന്നു. ഉഹുദ് യുദ്ധത്തിന്റെ ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അനുഭവം കാണാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉഹുദ് യുദ്ധത്തിൽ സ്വഹാബത്തിന് ചെറിയ ഒരു അടിപതറൽ സംഭവിച്ചപ്പോൾ ഉഹുദ് രണാങ്കണത്തിൽ നിറഞ്ഞു കളിക്കുന്ന ഒരാളായിരുന്നു ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ ചീറി വരുന്ന വാള് കൈകൊണ്ട് തടുത്ത്, നബിയിലേക്ക് വരുന്ന അമ്പ് തൻ്റെ കൈകൊണ്ട് തടുത്ത്, തൻ്റെ നെഞ്ചുകാട്ടി തടുത്ത്, തൻ്റെ തല കൊണ്ട് തടുത്ത്, ഏത് ഭാഗത്തിലൂടെ നബിയെ ആക്രമിക്കാൻ വന്നാലും അവിടെ ഒക്കെ ത്വൽഹ റളിയല്ലാഹു അൻഹു തൻ്റെ ശരീരം കൊണ്ട് കവചം തീർത്തു. ആ രണഭൂമി മുഴുവനായിട്ട് ഭരിച്ചിരുന്നത് ത്വൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ഉഹുദിന്റെ ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം കാണാം. ഏതായാലും മഹാനവറുകൾ ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരുന്ന അമ്പെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി എന്ന് മാത്രമല്ല, കൈ കൊണ്ട് അമ്പ് ഏറ്റുവാങ്ങിയപ്പോൾ തൻ്റെ വിരൽ കുഴഞ്ഞുപോയി. അതുപോലെ തലക്ക് വെട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്ന വെട്ട് അദ്ദേഹത്തിന്റെ തല കൊണ്ട് തടുത്തു അദ്ദേഹം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം മുതുകിൽ തോളിലേറ്റി മല കയറി ഒരു പാറക്കല്ലിന്റെ മുകളിൽ നബി തങ്ങളെ സുരക്ഷിതമായി ഇരുത്തി. എന്നിട്ട് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പം പറഞ്ഞു, ഔജബ ത്വൽഹ സ്വർഗ്ഗം നിർബന്ധമാക്കി. എന്നിട്ട് നബി തങ്ങൾ ഉഹുദ് യുദ്ധത്തിൽ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു പേര് കൊടുത്തു, ത്വൽഹത്തുൽ ഖൈർ എന്നൊരു പേര് കൊടുത്തു. മാത്രമല്ല, ഇതേപോലെ തന്നെയാണ് ഹുനൈൻ യുദ്ധത്തിലും മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുത്ത് നബി തങ്ങൾക്ക് ഒരു കവചമായി മാറിയിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരു പേര് കൊടുത്തു, ത്വൽഹത്തുൽ ജൂദ് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തിന് ശേഷം മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന പാറക്കല്ലിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു സംഭവമുണ്ട്. ആ സമയത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹു കാണുമ്പോൾ ശരീരത്തിൽ 80-ലധികം വെട്ടുകൊണ്ട് ആ വെട്ട് മുറിവിൽ നിന്നൊക്കെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായൊരു സംഭവമായിരുന്നു. അത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ സ്വഹാബത്തെ, നിങ്ങൾ ഭൂമിയിലൂടെ നടക്കുന്ന ഒരു രക്തസാക്ഷിയെ നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിയാൽ മതി. അത്രയും വലിയ ധീരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാനും നബി തങ്ങളെ അത്യധികം സ്നേഹിച്ചും നബി തങ്ങൾക്കൊരു കവചമായി മാറി ഈ സ്വന്തം ശരീരത്തിൽ ഏൽക്കുന്ന വെട്ട് ഒരു മെയിലും ചെയ്യാതെ നബി തങ്ങളെ പൂർണ്ണമായി സംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു ജീവിതമായിരുന്നു മഹാനവറുകളേത്. മഹാനവറുകൾ ജമൽ യുദ്ധത്തിൽ പങ്കെടുക്കുകയും അതിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു. അത് മഹാനവറുകൾ വഫാത്തായതിനു ശേഷം സംഭവിച്ച ഒരു അത്ഭുത സംഭവം ഇബ്നു ഖുതൈമ റളിയല്ലാഹു അൻഹു തൻ്റെ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായി മറവ് ചെയ്യപ്പെട്ടു. 30 വർഷം കഴിഞ്ഞിട്ട് മഹാനവറുകളുടെ മകൾ ആയിഷ എന്ന മകൾ ത്വൽഹ റളിയല്ലാഹു അൻഹ സ്വപ്നത്തിൽ കാണുകയാണ്.
സ്വപ്നത്തിൽ കണ്ടപ്പോൾ മഹാനവറുകൾ ഈ മകളോട്, ആയിഷ എന്ന് പറയുന്ന മകളോട് ഒരു പരാതി പറയാണ്. വെള്ളപ്പൊക്കം കാരണം ഞാൻ ആകെ പ്രയാസത്തിലാണ് ഖബറിൽ. അതുകൊണ്ട് എൻ്റെ ശരീരം ഖബറിൽ നിന്ന് മാറ്റി നല്ല സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മറവ് ചെയ്യാൻ വേണ്ടി നീ പറയണം എന്ന് ഒരു പരാതിയായി മഹാനവറുകളുടെ സ്വപ്നം കാണുകയാണ്. അപ്പോൾ മകള് അത് ജനങ്ങളെ വിളിച്ചുകൂട്ടി ഇങ്ങനെ ഉപ്പാനെ സ്വപ്നം കണ്ടു, അതുകൊണ്ട് തന്നെ ഉപ്പ വെള്ളപ്പൊക്കത്തിൽ വെള്ളം നനഞ്ഞ് ഖബറിൽ പ്രയാസമായി കിടക്കുകയാണ്, അത് മാറ്റി മറവ് ചെയ്യണം എന്ന് ജനങ്ങളെ വിളിച്ചുകൂട്ടി പറഞ്ഞു. അങ്ങനെ ജനങ്ങളൊക്കെ അവിടെ വന്ന് മഹാനവരുടെ ഖബറ് തുറന്നു, മഹാനവരുടെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ വലിയ അത്ഭുതം, വഫാത്തായി 30 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ മഹാനവരുടെ കണ്ണിൽ അന്നിട്ട സുറുമയുടെ സുറുമ വരെ ആ കണ്ണിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു പ്രശ്നവും ഒരു പ്രയാസവും ആ ശരീരത്തിൽ സംഭവിച്ചിട്ടില്ല എന്നും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജനാസ ഖബറിൽ നിന്നെടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ ഇതേ സംഭവം മഹാനായ ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഒരാൾ ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം 30 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ മഹാനവറുകളെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. സ്വപ്നത്തിൽ കണ്ടിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനോട് പറയുകയാണ്, ഹബ്ബിലൂനി അൻ ഖബരി ഫഖദ് ആദാനിയൽ മാ, നിങ്ങൾ എന്നെ ഖബറിൽ നിന്നും മാറ്റി മറവ് ചെയ്യണം, എന്നെ വെള്ളം വലിയ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ ആ ഖബറിലേക്ക് വെള്ളം കയറി, അപ്പോൾ അതിൽ കിടക്കാൻ പ്രയാസമാണ്, അതുകൊണ്ട് മാറ്റി എന്നെ നിങ്ങൾ മറവ് ചെയ്യണം എന്ന് ഒരാൾ സ്വപ്നം കണ്ടു. അദ്ദേഹം ആരോടും ആ സ്വപ്നം പറഞ്ഞില്ല. അപ്പോൾ 2-ാം ദിവസവും ഇതേ സ്വപ്നം കണ്ടു. 2-ാം ദിവസവും ആരോടും പറഞ്ഞില്ല. അപ്പോൾ 3-ാം ദിവസവും ഇതേ സ്വപ്നം കണ്ടപ്പോൾ ഈ മനുഷ്യൻ നേരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു കൂട്ടം സ്വഹാബാക്കൾ വന്ന് അദ്ദേഹത്തിൻ്റെ ഖബറ് കുഴിച്ചു. അപ്പോൾ കുഴിച്ചപ്പോൾ കണ്ടു ആ വെള്ളം നഞ്ഞ ആ ശരീരത്തിൻ്റെ ഭാഗം മാത്രം കുറഞ്ഞ പച്ച നിറത്തിലേക്ക് നിറം മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ശരീരത്തെ കണ്ണിലോ വേറെ ഒരവയവത്തിലും ഒരു പകർച്ചയും വന്നിട്ടില്ല. കണ്ണിൽ ആ വഫാത്താകുന്ന സമയത്തിട്ട സുറുമയുടെ അടയാളം വരെ കണ്ടു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജനാസ അവിടുന്ന് എടുത്തു. എന്നിട്ട് സ്വഹാബാക്കൾ എല്ലാവരും കൂടി ഇദ്ദേഹത്തിന് വേണ്ടി, ത്വൽഹ റളിയല്ലാഹു വേണ്ടി ഒരു വീട് വാങ്ങി, 1000 ദിർഹം കൊടുത്തൊരു വീട് വാങ്ങി. എന്നിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ മറവ് ചെയ്തു. ഇന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ കിടക്കുന്ന മഖ്ബറ അദ്ദേഹത്തിന് വേണ്ടി 1000 ദിർഹം കൊടുത്ത് സഹാബാക്കൾ വാങ്ങിയ ആ വീട്ടിലാണ്. അങ്ങനെ വലിയ മഹത്വം നിറഞ്ഞ ഒരു മഹാമനീഷിയായിരുന്നു ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബാക്കളുടെ ബർക്കത്ത് കൊണ്ട്, മഹാനവരുടെ റസൂലുള്ളാഹിയുടെ സ്നേഹത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ വിജയങ്ങളിലേക്ക് എത്തിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നമ്മുടെയൊക്കെ ഖൽബിൽ അല്ലാഹു തആല നൽകുമാറാവട്ടെ. പ്രവാചകനോടുള്ള സ്നേഹം വാക്കുകളിൽ ഒതുക്കാതെ സ്വന്തം ശരീരം കൊണ്ട് തെളിയിച്ച മഹാനായിരുന്നു ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. ആ വലിയ മനുഷ്യൻ്റെ ജീവിതം നമുക്കേവർക്കും ഒരു പാഠമാകട്ടെ. അള്ളാഹു മഹാനവരോടൊപ്പം സ്വർഗത്തിൽ നമ്മയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. ഈ ചരിത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.